എന്നിട്ട് നമസ്കാരം, ക്യാമ്പ് സെറ്റേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം അല്ലേ, ഇത് ഉണ്ടോ, നല്ല ഒന്നാന്തരം വൈനാണ്, നമ്മളുണ്ടാക്കിയതാണ് കേട്ടോ. ഈ വൈൻ ഇവിടെ ഇരിക്കട്ടെ. ഇത് നല്ല ചിക്കൻ്റെ 4 പീസ്, 2 ലെഗ് പീസ്, 2 തൈ പീസ്. വൈൻ ഒഴിച്ച ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, 2-3 പയ്യന്മാർ ഇവിടെ കിടന്ന് ചെറിയ കുട്ടികൾ നല്ല കളി കളിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരുടെ ശബ്ദം ഇടയ്ക്ക് കയറാൻ സാധ്യതയുണ്ട്, അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ജീരകം, ചെറിയ ജീരകം. സെക്കൻഡ് വൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. തേർഡ് വൺ ശക്കല മുളക് പൊടി. ഫോർത്ത് വൺ മിൻറ്റ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സാധാരണഗതിയിൽ മിൻറ്റ് നമ്മൾ ബീഫിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, ഇതിന് ചിക്കന് മിൻറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആൻഡ് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ശകലം ക്രഷ്ഡ് ചില്ലി, നല്ല റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ ശകലം ഉപ്പ്. ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അവിടെ ഒരു ചേച്ചി മിറ്റടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ, സാരമില്ല, ക്ഷമിക്കുക. ഒരു കത്തി എടുത്തു, നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുണ്ടോ, നല്ല നീറ്റായിട്ട് നമ്മൾ വരഞ്ഞെടുത്തു. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇത് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഈ ഇടിക്കുന്ന ഇതിനകത്തൊക്കെ ഇടുവാണ്. ജീരകം, മിൻറ്റ്, ഒക്കെ എടുക്കും, ഇച്ചിരി മുളക് പൊടി, ക്രഷ്ഡ് ചില്ലി. ഇത് വീഴത്തിലുണ്ട് കോരിയും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കണം. അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിൻറ്റും ഒരു തരി വെള്ളം ഞാനിന്നത്തെ ചേർത്തായിരുന്നു കേട്ടോ, ചതയ്ക്കാൻ പാട് വന്നപ്പോഴാണ് ഇച്ചിരി വെള്ളം ചേർത്തത്. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇനിയാണ് നമ്മുടെ അതെ ഇതിനു മുമ്പ് ഞാനിത് കാണിച്ചത് എന്നുണ്ടത് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ട് കാണിക്കാം, കണ്ടോ. അതിന് ശേഷം നമ്മുടെ സുപ്രധാന ഐറ്റം, നമ്മളുണ്ടാക്കിയ വൈൻ എടുക്കുന്നു, പൊട്ടിക്കുന്നു. അതുപോലെ മതി, ധാരാളം മതി കേട്ടോ. അതിന് ശേഷം നന്നായിട്ടതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മുടെ ചിക്കനിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി പോകണം. കാര്യം നമ്മൾ എല്ലാം കൂടെ ചിക്കൻ്റെ മേലിലിട്ട് മാരിനേറ്റ് ചെയ്യുന്നു എന്നൊരു വലിയ പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇനി മുതൽ ആ പരാതി ഉണ്ടാവുകയില്ല. ഇതുണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ചിക്കനിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ച് നല്ല അടിപൊളിയാണ് ഈ സംഭവം കേട്ടോ. ഇനി നമുക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ഇതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല, അത്ര ജ്യൂസിയാണ് ആ മസാല തന്നെ. നല്ല അടിപൊളിയായിട്ട് ഞാൻ തേച്ച് കഴിഞ്ഞിട്ടേ ക്ലോസ് അടിച്ച് കാണിക്കാം, പേടിക്കണ്ട കേട്ടോ. ക്ലോസ് അടിച്ച് കാണിക്കാം. എന്തൊരു ഫ്ലേവറാണ് ഈ മസാലയ്ക്ക്. ആ വൈനങ്ങോട്ട്, വൈനും മിൻറ്റും കൂടെ ചേരുമ്പോൾ സംഭവം വേറെ ലെവലാണ്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ വയ്ക്കണം. നമുക്ക് സ്റ്റവ് അത് കത്തിക്കാം. എന്തായാലും പാനൊന്ന് ചൂടാകട്ടെ, അതിന് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ
റൈസ് ഓയിലിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അധികമൊന്നും വേണ്ടത് ഇത്ര മാത്രം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഒഴിക്കേണ്ടി വരും, അത് വേണ്ടി വന്നാൽ ഞാൻ പറയാം. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് ആഹാ കൂടിച്ചിരി കൂടിപ്പോയി, എന്നാൽ എത്ര വേണ്ടിയിരുന്നില്ല. എന്തെടുത്താലോ തൽക്കാലം ഇത് 3 വെക്കാനുള്ള സ്പേസ് ഇവിടെയുള്ളൂ. ഈ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വേഗത്തില്ല. അപ്പം ഇത് ഇവിടെ നിന്ന് വേഗട്ടെ. അപ്പോൾ ഇത് വേകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് മൂടി വെച്ചു. മുഴുവൻ എല്ലാ ഭാഗവും അടഞ്ഞിട്ടില്ല, നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി. വൈനിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള സ്മെല്ല് എൻ്റെ പൊന്നോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരിച്ചിരി നമുക്ക് പൊക്കി നോക്കാം. ഇല്ല, ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണം. ഓക്കെ, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ നല്ല സ്മെല്ല് വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് കൺഫേമാണ്. നമുക്ക് പയ്യെ തിരിച്ചിടാം. വൈൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ സൈഡിലും കൂടെ നമുക്കൊരിച്ചിരി ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചോട്ടെ. യാ, പെർഫെക്റ്റ്. ഇനി ഈ മിക്സ് ഒരു തരി ഈ മേളിലും കൂടെ തിരിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മറിച്ചിത് അടി വിടണം, എങ്കിലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും സ്മെല്ല് ഇതുവരെ ചിക്കനിന് ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി അതൊന്ന് നന്നായിട്ട് അകം കുക്കാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. സംഭവം 100% ഡൺ. തീ ഓഫ് ചെയ്യാം. നല്ലൊരു ക്ലോസിൽ കാണിക്കാവേ. ഓഹോ, നമ്മുടെ ഐറ്റം ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തൈ പീസ്, പിന്നെ ഒരു ലെഗ് പീസ്. ഇതിങ്ങനെ പൊക്കി വെക്കണം. ഈ ലെഗ് പീസ് സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലായി. ഇനി ഇതിനകത്തും തന്നെ ഗ്രേവി ഉണ്ട്. ഗ്രേവി അല്ല, എന്താ പറയുക, എന്തെങ്കിലും ഒരു പേരുണ്ടാവും. ഈ സാധനം ഇതാണ് ഇതിൻ്റെ രുചി. ഇതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വൈനൊഴിച്ച ചിക്കൻ ഫ്രൈ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ട്, പീസ് കണ്ട, പീസ് കണ്ട. See how juicy it is. എൻ്റെ സാറേ, ഇതിപ്പം ഞാനുണ്ടാക്കിക്കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേറൊരാളില്ല ഇതൊന്ന് കഴിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇൻഡോർ കുക്കിംഗ് അങ്ങനെ വേറെ ആരും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സോ ദാറ്റ് കോഴിക്കോട് AR ട്രാവൽസിനോട് ചേർന്നിട്ടൊരു ചെറിയ ഹോട്ടലുണ്ട്. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ചിക്കൻ ഫ്രൈ അവിടത്തെയാണ്. അതിനേക്കാളും സാധനം വേറെ ലെവലാണ്. ഇത് നമുക്കേ ഈ വൈൻ ഒരു ഇച്ചിരി ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനകത്തോട്ട് ശരി, ഇങ്ങനെ നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുകയുള്ള ചിക്കൻ ഫ്രൈയിൽ അതിന് പകരം വൈൻ ഒഴിച്ചു. എന്നിട്ട് സ്വർഗം താണിറങ്ങി വന്നതോ എന്നൊക്കെ വേണം പറയാൻ. എൻ്റെ പൊന്നോ, സാധാരണ ഞാൻ ഒരു പീസ് കൊണ്ട് നിർത്തി ബാക്കി പറയുന്നത്. ഇതൊന്ന് കഴിച്ചോട്ടെ. എല്ലാവരും ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. അതിന് മുമ്പ് ഈ വൈൻ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യാവുള്ളൂ. വൈനില്ലാതെ ചെയ്തിട്ടൊരു കാര്യമില്ല. കുക്കബിൾ വൈൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. കുക്കബിൾ വൈൻ എന്ന് പറയുന്നത് പഞ്ചസാര ഇച്ചിരി കുറച്ച് കുക്കബിൾ ആയിക്കോളും. ഇത് 4 years ഓൾഡ് വൈനാണ്.
സോ എനിവേ എനിക്ക് ഇത് നിർത്താൻ തോന്നുന്നില്ല. ഇച്ചിരി കഴിച്ചിട്ട് ഞാൻ ഔട്ട്രോ പറയാവേ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളോട് കൂടെ ഇരുന്ന എല്ലാ ചങ്കുകൾക്കും 1000 നന്ദി അറിയിക്കുന്നു. നമ്മുടെ മെയിൻ വീഡിയോകൾ വരുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ട് ആശ്വസിക്കുക. ശേഷം നമ്മുടെ വമ്പൻ വീഡിയോകൾ കാട്ടിൽ നിന്നും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദിസ് ഈസ് ടിജോ സൈനിങ് ഓഫ്. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം.